കുറച്ച് ദിവസമായി സിനിമാ രംഗം കലുഷിതമായിരിക്കുകയാണ്. പ്രൊഡ്യൂസർമാർ തമ്മിലാണ് ഏറ്റുമുട്ടുന്നതെന്നൊരു തോന്നലുണ്ടെങ്കിലും ഒരു ഭാഗത്ത് ആന്റണി പെരുമ്പാവൂര്, പൃഥ്വിരാജ്, മോഹൻലാൽ, മറുഭാഗത്ത് ജി സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഫെഫ്ക, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, തിയേറ്റർ ഉടമ, അങ്ങനെ ഒരു വലിയ വിഭാഗം. ഈ രണ്ടുപേരും പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ സുരേഷ് കുമാറിനെ മോഹൻലാൽ വേദനിപ്പിച്ചു എന്നുള്ളതാണ് വലിയ വാർത്തയായിരിക്കുന്നത്. എന്താണ് അതിൻ്റെ കാര്യം? അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് ഇന്നത്തെ വീഡിയോ. ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ ബാല്യകാല സുഹൃത്ത്, ആ ബന്ധം നമ്മൾ തുടർന്ന് കൊണ്ടുപോകുമ്പോൾ പരസ്പരം വൈരാഗ്യങ്ങളുണ്ടാവാം, പക്ഷെ ശത്രുത ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ ഒരേ മനസ്സുമായി നടന്നിരുന്നവർ മനസ്സിന് പോറലേൽപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന വേദന, ആ വേദന സഹിക്കാൻ കഴിയില്ല. പറഞ്ഞു വന്നത് സുരേഷ് കുമാറിനെ കുറിച്ചാണ്. ആകാശം ഇടിഞ്ഞു വീഴുമെന്ന് പറഞ്ഞാലും കുലുങ്ങാത്ത ഒരാളാണ് സുരേഷ് കുമാർ. എന്ത് പ്രശ്നങ്ങളെയും നേരിട്ട് കൊണ്ടുപോകും. മോഹൻലാലുമായിട്ടുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ 5 വയസ്സ് തുടങ്ങിയിട്ടുള്ള ബന്ധമാണെന്ന് ആലോചിക്കണം. ആ ബന്ധത്തിൽ മോഹൻലാൽ നടനാക്കുകയായിരുന്നു സുരേഷ് കുമാറിൻ്റെ അന്നത്തെ ലക്ഷ്യം. പല സ്ഥലത്തും കൊണ്ടുപോയി, പലരോടും പറഞ്ഞു, എന്നിട്ടും രക്ഷപ്പെട്ടില്ല എന്നറിയിക്കും. പിന്നീട് മോഹൻലാലിന് വേണ്ടി സിനിമ നിർമ്മിക്കാൻ തീരുമാനിച്ചു. ആ സിനിമ നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യം ഇവർ പോയത് തമിഴ്നാട്ടിലേക്കാണ്. തമിഴ് സിനിമ എന്ന് പറയുമ്പോൾ മലയാളിയായ വിജയൻ കത്തിജ്വലിച്ചു നിന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. വിജയനെ നായകനാക്കി ഒപ്പം മോഹൻലാലിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു തമിഴ് സിനിമ ചെയ്യുക ഉദ്ദേശമായിരുന്നു. അതിന് വിജയനെ പരിചയപ്പെടണമെങ്കിൽ സംവിധായകൻ രാജീവ് നാഥിനെയും കൊണ്ടാണ് അവർ പോയത്. അങ്ങനെ വിജയൻ്റെ ഡേറ്റ് കിട്ടി. സുരേഷ് കുമാർ പ്രൊഡ്യൂസറായി തമിഴ് സിനിമയുടെ ഷൂട്ടിംഗ് എല്ലാം പ്ലാൻ ചെയ്തൊരവസരത്തിലാണ് നവോദയയുടെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലേക്ക് പുതുമുഖങ്ങളെ ക്ഷണിച്ചുകൊണ്ടുള്ള ആ ഒരു പരസ്യം കണ്ടത്. അപ്പോൾ തന്നെ സുരേഷ് കുമാർ മോഹൻലാലിനെയും കൊണ്ട് ആർട്ട് ഡയറക്ടർ രാധാകൃഷ്ണനെ വീട്ടിൽ ചെല്ലുന്നു. അവിടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ KP നമ്പ്യാതിരിയെ വിളിച്ചു വരുന്നു. മോഹൻലാലിൻ്റെ കുറേ വെറൈറ്റി ഫോട്ടോസ് എടുക്കുന്നു. ആ ഫോട്ടോസ് തിരുവനന്തപുരത്ത് വന്ന് പ്രിൻ്റ് അടിച്ച് നവോദയയിലേക്ക് അയക്കാനുള്ള തീരുമാനമാണ് സുരേഷ് കുമാർ എടുത്തത്. അങ്ങനെ ആ സിനിമ നടക്കുന്നതിന് മുമ്പ് തന്നെ മോഹൻലാലിനെയും കൊണ്ട് തിരുവനന്തപുരത്ത് വരുന്നു. തിരുവനന്തപുരത്ത് സ്റ്റുഡിയോയിൽ നിന്നൊരു പ്രിൻ്റ് എടുക്കുന്നു. ആ പ്രിൻ്റുമായി സ്വന്തം വീട്ടിലേക്ക് ചെല്ലുന്നു. കാരണം സുരേഷ് കുമാറിൻ്റെ വീട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ അമ്മയായാലും മറ്റുള്ള സ്വന്തം മക്കളെ പോലെയാണ് എല്ലാവരും സ്നേഹിക്കുക. അത്രയും സ്വാതന്ത്ര്യമുള്ളൊരു വീടാണെന്നറിയാം. ആ സ്വാതന്ത്ര്യം അനുഭവിച്ച ഒരാൾ കൂടിയാണ് ഞാൻ എന്നറിയിക്കണം. അവിടെ ചെന്നു ഈ പ്രിൻ്റ് അടിച്ച ഫോട്ടോ കണ്ടപ്പോൾ മോഹൻലാലിന് സ്വന്തം പണം ഇഷ്ടമായില്ല. സുരേഷ് കുമാർ കാണാതെ തന്നെ ആ ഫോട്ടോ അവിടെ വലിച്ചെറിഞ്ഞ് നടന്നു പോയി. സുരേഷ് കുമാർ കാണുന്നില്ല. അതേ സമയത്ത് സുരേഷ് കുമാറിൻ്റെ അമ്മ വന്നപ്പോൾ മോഹൻലാലിൻ്റെ ഫോട്ടോ താഴെ കിടക്കണ കാണുന്നത്. അത് കണ്ടിച്ച്, മോനെ ഇതെന്താ ലാലിൻ്റെ ഫോട്ടോ താഴെ കിടന്ന് ചവിട്ടിക്കൂട്ടി, അങ്ങനെ ചവിട്ടിക്കൂട്ടില്ലേ എന്താണെന്ന് വെച്ച്. അപ്പോൾ സുരേഷ് പറഞ്ഞു, ആ ഫോട്ടോ എടുത്ത് ഇന്ന ആവശ്യത്തിന് വേണ്ടിയാണ്, നവോദയയിലേക്ക് അയക്കാൻ വേണ്ടിയാണ് അമ്മയെന്ന് പറഞ്ഞപ്പോൾ ലാൽ അത് ഇഷ്ടത്തിലാണ് പോയിരിക്കുകയാണ്. അത് നോക്കണം, നീ അയക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയുടെ നിർബന്ധം കൂടിയായിട്ടാണ് സുരേഷ് കുമാർ അപ്പം തന്നെ പോസ്റ്റ് ഓഫീസിൽ പോയി ഇത് പോസ്റ്റ് ചെയ്ത്. 3-ാമത്തെ ദിവസം ഇൻ്റർവ്യൂവിന് ക്ഷണിച്ചുകൊണ്ടുള്ള അറിയിപ്പും വന്നു. അങ്ങനെയാണ് മോഹൻലാൽ എന്നൊരു വലിയ നടൻ്റെ ജനനം എന്നാലോചിക്കണം. അന്ന് തുടങ്ങിയൊരു ബന്ധം. നേരിട്ട് സുരേഷ് കുമാർ നടനാക്കിയില്ലെങ്കിലും തൻ്റെ ചങ്ങാതിയാണ്. ആ ചങ്ങാതി ചങ്കിൽ കുത്തിയതുപോലൊരു അനുഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം ഇവർ തമ്മിലല്ല, എല്ലാവരും തമ്മിലും അടുപ്പമുള്ളവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവാം. ആ പ്രശ്നങ്ങളുണ്ടാവും പരിഹരിക്കാറാണ് പതിവ്. പക്ഷേ ഇതൊരു പ്രശ്നം വന്നപ്പോൾ മോഹൻലാൽ വെച്ച് പടമെടുത്തിട്ടുണ്ട്, സുരേഷ് കുമാർ പലരെയും വെച്ച് പടമെടുത്തിട്ടുണ്ട്, മമ്മൂട്ടിയും വെച്ചെടുത്ത് ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ എമ്പുരാനുള്ള സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു വിവാദമുണ്ടാക്കി എന്നുള്ളതാണ്. വിവാദമുണ്ടാക്കിയ സത്യത്തിൽ സുരേഷ് കുമാർ ഉണ്ടാക്കിയൊരു വിവാദമല്ല എന്നാലോചിക്കണം. മലയാള സിനിമയിലെ താരങ്ങളുടെ റേറ്റ് കൂടി വരുന്നു. റേറ്റ് മാത്രമല്ല, അതായത് മുഖ്യധാരയിൽ നിൽക്കുന്ന നടന്മാരും നടികളും ഒക്കെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു, വിതരണം ചെയ്യുന്നു, ഇതെല്ലാം ചെയ്യുന്നു. അപ്പോൾ പിന്നെ കഷ്ടപ്പെട്ട് ഇവരെയൊക്കെ വളർത്തിയുണ്ടാക്കിയ നിർമ്മാതാക്കൾക്ക് ജോലിയില്ല എന്ന് മാത്രമല്ല, കടം വാങ്ങിയ പണത്തിൻ്റെ പലിശ അടയ്ക്കാൻ പോലും നിവൃത്തിയില്ലാത്തൊരു അവസരത്തിലാണെന്ന് ആലോചിക്കണം. ആ അവസരത്തിൽ ഈ നല്ല പീരീഡിൽ, പീക്ക് പീരീഡിൽ നിൽക്കുന്ന താരങ്ങൾ സിനിമ നിർമ്മിക്കരുത് എന്ന് പറഞ്ഞു. അതിലെന്താത്ര തെറ്റ്? അവർ അഭിനയിച്ച് കാശുണ്ടാക്കുന്നില്ലേ?
അപ്പോഴും ഒരു കാര്യം ഇവർ പറയുന്നുണ്ട്, ഇവർ എത്ര കോടിയാണ് വാങ്ങുന്നതെന്ന് അവർ പുറത്തു വിട്ടിട്ടില്ല. ആ പുറത്തു വിട്ടാലാരാ അത് കള്ളപ്പണമാണ് കൂടുതൽ ആലോചിക്കണം. ഈ കള്ളപ്പണത്തിൽ നിന്ന് ഇവരെ ആർട്ടിസ്റ്റിനെ ഇവരൊക്കെ രക്ഷപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതും കൂടി പറയാതെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ നേതാവ് കൂടിയായ ആൻ്റണി പെരുമ്പാവൂരാണ് ഇതിന് മുന്നണി സ്ഥാനത്ത് നിൽക്കുന്നത്. പക്ഷെ സുരേഷ് കുമാർ പറഞ്ഞത് എന്താ? ആൻ്റണി അല്ല, ആൻ്റണി അങ്ങനെ ചെയ്യില്ല. ആൻ്റണിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചിലരൊക്കെ കളിക്കുകയാണ്, അവർ വരട്ടെ, അവരായിട്ട് സംസാരിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണ്, ആൻ്റണി പെരുമ്പാവൂർ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. മാത്രം സ്വന്തം സംഘടനയാണ്, ആ സംഘടനയ്ക്കെതിരെ നിൽക്കുകയും ചെയ്യില്ല. ആര് കളിച്ചാലും കളിച്ചില്ലെങ്കിലും സുരേഷ് കുമാർ പറഞ്ഞത് എന്താ? എനിക്കൊരു വിഷമവുമില്ല, ഏതും ഞങ്ങൾ നേരിടും, ഞാനായിട്ടുണ്ടാക്കിയതല്ല. പക്ഷെ ആൻ്റണി പെരുമ്പാവൂർ പോസ്റ്റ് ചെയ്ത് അല്ലേ, മോഹൻലാൽ അതിനെ അനുകൂലിച്ചു എന്നാലേക്കും. പൃഥ്വിരാജ് അനുകൂലിച്ച് മനസ്സിലാക്കാം, പക്ഷേ മോഹൻലാൽ അനുകൂലിച്ചപ്പോൾ അത് ഏറ്റവും വേദനയായി സുരേഷ് കുമാറിന് തോന്നി. അത് പറഞ്ഞു, കാരണം അത് നമ്മൾ തകരുമെന്ന് പറഞ്ഞില്ലേ, ചില ആൾക്കാർ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർ നമ്മൾ അകലുമ്പോൾ ഉണ്ടാകുന്നൊരു മാനസിക സംഘർഷം, വേദന. ആ വേദനയാണ് ഇപ്പോൾ സുരേഷ് കുമാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആലോചിക്കണം. ഇവിടെ ചർച്ച നടക്കുന്നുണ്ട്, ചാനൽ ചർച്ചയുണ്ട്, പത്രങ്ങൾ മാധ്യമങ്ങളും എല്ലാം ഉണ്ട്, കൊട്ടിഘോഷിക്കുന്നുണ്ട്. കൊട്ടിഘോഷിക്കുമ്പോൾ പോലും രണ്ട് ചേരിയായി നിൽക്കുന്നു. ചേരിതിരിവിൽ ഏതാണ്, ആര് പറയണതാണ് ന്യായം? ആ ന്യായത്തിൻ്റെ ഭാഗത്തേക്കാണ് പോകേണ്ടത്. ഇവിടെ സിനിമ വേണം, സിനിമ വളരണം, സിനിമയ്ക്ക് ഒരു തകർച്ചയും ഉണ്ടാക്കാൻ പാടില്ല എന്നാലോചിക്കണം. ആ തകർച്ച ഉണ്ടാക്കുന്ന ആരാണോ എന്ന് കണ്ടുപിടിക്കേണ്ടതല്ലേ. നിർമ്മാതാക്കൾ എന്നൊരു ടീമുണ്ട് ഇവിടെ. ആ നിർമ്മാതാക്കളാവട്ടെ വലിയ നല്ല സിനിമകൾ എടുത്ത കുറേ പേരാണ്. അങ്ങനെയുള്ള നിർമ്മാതാക്കളിൽ എത്ര പേർക്ക് ഇന്ന് സിനിമ ചെയ്യാൻ പറ്റുന്നുണ്ട്? പലരും പറയുന്നുണ്ട് ഞങ്ങൾക്കിത് സിനിമ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം അത്രമാത്രം വലിയ ബഡ്ജറ്റാണ്, കോടികളാണ്. ഈ കോടികളുള്ള ബഡ്ജറ്റ് ഞങ്ങൾക്ക് എങ്ങനെ പറ്റും? ഒരു മമ്മൂട്ടിയോ മോഹൻലാലിനോ അടക്കമുള്ള ഒരു ആർട്ടിസ്റ്റിനെ വിളിക്കാൻ പോയി കഴിഞ്ഞാൽ അവരും പറയുന്ന പ്രതിഫലം കോടികളാണ്. ഈ കോടികൾ വെച്ചുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു പടം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതേ സ്ഥാനത്ത് ഇവർ പലരെയും വല വീശി പിടിച്ചുകൊണ്ട് മോഹന വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ഇങ്ങനെ ആകർഷിക്കുകയാണത്. ഈ ആകർഷിക്കുമ്പോൾ അവർ വന്ന് പോകുമ്പോൾ ഭയങ്കര ലാഭം കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടാണ് പലരും വരുന്നത്. അങ്ങനെയുള്ളൊരു സംഭവമാണ് ഈ അടുത്ത കാലത്ത് മമ്മൂട്ടിയുടെ ഒരു പടത്തിനെ കുറിച്ച് കണക്കുകൾ നിരത്തിയത് സുരേഷ് കുമാർ. കാരണം വളരെ 100 കോടിയിൽ എത്താൻ പോകുന്ന ഒരു സിനിമയെന്ന് പറഞ്ഞ ആ സിനിമ വളരെ ഫ്ലോപ്പായിരുന്നു എന്ന് കണക്കുകൾ നിരത്തി സുരേഷ് കുമാർ പറഞ്ഞു. അവിടെ നിന്നാണ് സത്യത്തിൽ ഈ പ്രശ്നം വന്നത്. ഇതൊരു മമ്മൂട്ടിയെ മാത്രമല്ല, ഈ വലിയ ആർട്ടിസ്റ്റുകളുടെ സിനിമകളെല്ലാം സാമ്പത്തികമായിട്ട് നിർമ്മാതാവിന് നഷ്ടമുണ്ടാക്കുന്ന തരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കണക്കുകളാണ് ഞങ്ങൾ പുറത്തു വിടുന്നത്. ഈ കണക്കുകൾ എല്ലാ മാസവും കൃത്യമായിട്ട് പുറത്തു വിടും. എങ്ങനെ? ഓരോ തിയേറ്ററിലും കളിക്കുന്ന അതിൻ്റെ കറക്റ്റായിട്ടുള്ള വരുമാനം ഇത്ര എന്നുള്ളത്. അങ്ങനെ വരുമാനത്തിൻ്റെ കണക്ക് നോക്കുമ്പോഴെന്താ, ഇപ്പോൾ 100 കോടി എന്ന് പറയുമ്പോൾ ഈ 100 കോടി പ്രൊഡ്യൂസർ കിട്ടുന്നതല്ല. 100 കോടി കിട്ടിയാൽ പ്രൊഡ്യൂസർക്ക് കിട്ടാൻ പോകുന്നത് 27 കോടിയായിരിക്കും. 27% കിട്ടുള്ളൂ. ആ ശതമാനത്തെക്കാൾ കൂടുതൽ ചെലവ് വന്നാലോ അതൊക്കെ നിയന്ത്രിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ സമരം അധികം നീണ്ടു പോകുന്നില്ല. മോഹൻലാലും സുരേഷ് കുമാറും തനിച്ചിരുന്നു കൊണ്ട് സംസാരിച്ച് പരസ്പരം പറഞ്ഞ് ഒരു ആലിംഗനത്തിൽ ഒതുങ്ങിയാൽ തീരാവുന്ന പ്രശ്നമേ ഇവിടെയുള്ളൂ. പറഞ്ഞു കേട്ടില്ലേ, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നുള്ളത്. ശരിയാണ്, മോഹൻലാലും സുരേഷ് കുമാറും പരസ്പരം കണ്ണാടികളാണ്. അപ്പോൾ അവർ നല്ല ചങ്ങാതികളാണ്. അവർക്കിടയിൽ ഒരു കണ്ണാടിയുടെ ആവശ്യവുമില്ല. അവരെ പരസ്പരം സ്നേഹിക്കട്ടെ, പഴയ ബന്ധം തുടരട്ടെ, സിനിമ നന്നാവട്ടെ. നിർമ്മാതാക്കൾ ഇവിടെ വേണം. നിർമ്മാതാക്കളുടെ ഭാഗത്ത് വേറെ ആധിപത്യം സ്ഥാപിക്കാൻ ഒരു ആർട്ടിസ്റ്റും വരരുത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം.